വെൽക്കം ടു ഷാലീസ് കിച്ചൺ. ഇന്ന് ഈസി ആയിട്ട് നമുക്ക് ക്രിസ്മസ് സ്പെഷ്യൽ കള്ളപ്പവും പിന്നെ ഒരു ചിക്കൻ മപ്പാസും ഉണ്ടാക്കാം കേട്ടോ. ആദ്യം നമുക്ക് കള്ളപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം ഞാൻ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഡ്ഡലി റൈസ് എടുക്കാം. അത് നമുക്ക് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കും. അറ്റ്ലീസ്റ്റ് ഒരു 4 മണിക്കൂറെങ്കിലും കുതിർക്കാൻ വെക്കാം കേട്ടോ. 4 മണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഈ വെള്ളം നന്നായി വാഷ് ചെയ്ത് എടുക്കാം കേട്ടോ. ഞാൻ നന്നായി വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1/4 കപ്പ് അവിലാണ്. അത് കുറച്ച് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കാം. എന്നിട്ട് നമ്മുടെ മിക്സിയുടെ ജാർ എടുത്തിട്ട് ഈ അരി കുതിർക്കാൻ വെച്ച അരി ഇടാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അവിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, അവിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു തേങ്ങ ചിരണ്ടിയത് ഇതിൽ ഇട്ട് കൊടുക്കാം. ആൻഡ് 3 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. അവിൽ നിങ്ങൾ ഒരു അരമണിക്കൂർ കുതിർക്കാൻ വെച്ചാൽ മതി കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ വെളുത്ത അവിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് 1 ടേബിൾ സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി മുറിച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ കള്ളൊഴിക്കാം. ഇത് കള്ളില്ലെങ്കിൽ നമ്മൾക്ക് 1 ടേബിൾ സ്പൂൺ yeast ഇട്ട് കൊടുക്കാം. ആൻഡ് കുറച്ച് വെള്ളം ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ. ഇനി ഇത് മിക്സിയിലേക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ബാറ്റർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുപാട് നന്നായി മഷി പോലെ അരച്ചെടുക്കേണ്ട കാര്യമില്ല. കുറച്ചൊരു തരിതരിപ്പ് വേണം കേട്ടോ. കള്ളപ്പത്തിന് എപ്പോഴും കുറച്ച് തരിതരിപ്പ് വേണം. എന്നിട്ട് ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഇത് ഫെർമെൻ്റ് ആവാൻ വേണ്ടി വെക്കണം. മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ മപ്പാസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിലേക്ക് ഒരു പാൻ ചൂടാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് ജിഞ്ചർ ഗാർലിക്ക് മിക്സ് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 സവാള നീളത്തിൽ അരിഞ്ഞത് ആൻഡ് 4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ആൻഡ് കുറച്ച് ടൊമാറ്റോ ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടീസ് ഇട്ട് കൊടുക്കാം. ഇതിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ആൻഡ് 1 ടേബിൾ സ്പൂൺ ഗരം മസാല ആൻഡ് 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുക കേട്ടോ. ആൻഡ് 1 കിലോ ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ഭയങ്കര ചെറിയ പീസസ് അല്ല, കുറച്ചൊരു മീഡിയം സൈസ് പീസസ് ആണ് കേട്ടോ. അത് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് പെപ്പർ പൗഡർ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് അടിച്ചു വെച്ചിട്ട് ഒരു 1/4 ഭാഗം വേണ്ടേ നമ്മൾക്ക് ഇത് വേവിച്ച് വെക്കണം കേട്ടോ. ഇതിലേക്ക് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ചിക്കൻ 1/4 ഭാഗം വെന്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു തേങ്ങ എടുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്ത തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പം ഇതുപോലെ ഞാൻ ഇപ്പോൾ റെഡി ആക്കിയിട്ടുണ്ട്. ആ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കണം. അപ്പം ഞാൻ ഉപ്പ് കുറച്ച് കുറവാണ്. അപ്പം ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് താളിച്ചെടുക്കാം കേട്ടോ. ഒരു പാൻ ഓൺ ചെയ്യുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക.
വെളിച്ചെണ്ണ മെൽട്ടായി വരുമ്പോൾ കുറച്ച് ചെറിയ ഉള്ളി നമ്മൾ ഓൾമോസ്റ്റ് ഗോൾഡൻ ബ്രൗൺ വരെ ഇങ്ങനെ നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. അതിലേക്ക് കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കുക ആൻഡ് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് നമുക്ക് വേവിച്ച് വെച്ച ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ചിക്കൻ മക്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഇപ്പോൾ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. നമുക്കൊരു പാൻ ഓൺ ചെയ്ത് വെക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, ബാറ്റർ ഒന്ന് ഇളക്കി കൊടുക്കണേ. സോ ഇതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചെടുക്കുക. ഞാനിപ്പോൾ ഇത് രണ്ടായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഒഴിച്ചിട്ടുണ്ട്. സോ നമ്മൾ ബാറ്റർ കറക്റ്റ് ആണെങ്കിൽ ഇതുപോലെ കള്ളപ്പത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഓട്ട പോലെ ഇങ്ങനെ കുത്ത് കാണാം കേട്ടോ. അപ്പോൾ ഒരു ഭാഗം വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. മറ്റേ ഭാഗവും നമ്മൾ ഇങ്ങനെ വേവിച്ചെടുക്കാം. ഓക്കെ, സോ എന്നിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഓക്കെ, സോ ബാക്കിയുള്ള അപ്പം ഇതുപോലെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ. നല്ല ഈസി റെസിപ്പിയാണ് കേട്ടോ ഇത്. സോ നമ്മുടെ കള്ളപ്പവും ചിക്കൻ മപ്പാസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അത് ട്രൈ ചെയ്യണേ. സോ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം കേട്ടോ.